ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ ഐശ്വര്യ വന്ദനയോട് പറയാണ്, നീ ഇവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടാമെന്നൊന്നും കരുതണ്ട, നിന്നെ വെറുതെ വിടില്ല ജഗന്നാഥ് അങ്കിൾ. മാത്രമല്ല എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ പൈസയൊക്കെ നീ മറന്നുപോയോ, നീ അതെങ്ങനെ തരുമെന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ബാഗിൽ നിന്നും പൈസ എടുത്തു കൊടുക്കുകയാണ് വന്ദന. എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത്, പക്ഷെ ഞാൻ ഈ പണിക്ക് വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ വന്ദന പറയാണ്. ഐശ്വര്യയാണെങ്കിൽ വീണ്ടും തടയുകയാണ് വന്ദന, ഞാൻ നിന്നെ വിടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ബാഗിൽ നിന്നും കത്തി എടുത്തിട്ട് വന്ദന പറയാണ്, നിങ്ങൾ എന്നെ വിടില്ലേ എന്ന്. രണ്ടുപേരുടെയും ബഹളം കേട്ടുകൊണ്ടാണെങ്കിൽ ശ്യാമയും അഖിലും വരുന്നു. അഖിൽ അത് കണ്ടിട്ട് കൈ കൊട്ടുകയാണ്. പറയാണ് വന്ദനയുടെ ഭാവി കൂടെ ഐശ്വര്യേട്ടത്തി കളയുകയാണെന്ന്. പിന്നെ ശ്യാമയ്ക്കാണെങ്കിൽ ഇതുകൊണ്ട് ഉപകാരം മാത്രമേ ഉണ്ടായുള്ളൂ. അവൾക്ക് നല്ല കോൺഫിഡൻസ് വന്നു, തനിയെ പഠിക്കാമെന്നും സമ്മതിച്ചെന്നൊക്കെ പറയാണ്. ശ്യാമ വന്ദനയോട് പറയാണ്, ഞാൻ ഈ കമ്പനിയിലെ തലപ്പത്ത് വന്നാൽ, അങ്ങനെയല്ല ഉറപ്പായിട്ട് ഞാൻ തന്നെ തലപ്പത്ത് വരും, അതിനുശേഷം വന്ദനയ്ക്ക് ഞാൻ നല്ലൊരു ജോലി തരുമെന്ന് പറയുന്നു. അഖിൽ പറയുന്നു, ശ്യാമയുടെ കോൺഫിഡൻസ് കണ്ടോ, ഇതിനെല്ലാം കാരണം ഐശ്വര്യേട്ടത്തിയാണെന്ന്. പിന്നീട് വന്ദന ജഗന്നാഥനെ വെളിയിൽ വെച്ച് കാണുന്നു. ജഗന്നാഥനോട് പറയാണ്, ശ്യാമയും അഖിൽ സാറും വെറും പാവങ്ങളാണ്, അവർ ഒരുപാട് നല്ല മനുഷ്യരാണ്, അവരെ ഉപദ്രവിക്കേണ്ട, അവരെ വെറുതെ വിട്ടേക്കാനെന്ന് പറയുന്നു. ജഗന്നാഥൻ അപ്പോൾ പറയാണ്, അവരെ വെറുതെ വിടില്ല, അവരെ മാത്രമല്ല നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ കൂടെ നിന്നിട്ട് ചതിക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. വന്ദന അപ്പോൾ പറയാണ്, ശ്യാമയ്ക്കാണെങ്കിൽ ദൈവം കൂടെയുണ്ട്, അതുകൊണ്ട് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവളെ മാത്രമല്ല അഖിലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്ദന അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ശ്യാമ ചായയുമായിട്ട് അഖിലിൻ്റെ അടുത്ത് വരുന്നു. അഖിലാണെങ്കിൽ ശ്യാമയുടെ കയ്യിൽ നിന്നും ചായ വാങ്ങുന്നില്ല, അവിടെ വെച്ചേക്കാനെന്ന് പറയുന്നു. കുറച്ച് ദേഷ്യത്തിലാണ് അഖിൽ പറയുന്നത്. അത് കണ്ടിട്ട് ശ്യാമയ്ക്ക് വിഷമമാകുന്നു. എന്തു പറ്റി അഖിൽ സാർ എന്നൊക്കെ ചോദിക്കുകയാണ്. വീണ്ടും അഖിൽ ചായ അവിടെ തന്നെ വെച്ചാൽ മതിയെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് സങ്കടമാകുന്നു. ശ്യാമ കരയാണ്. ഐശ്വര്യ അത് മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അവൾക്ക് സന്തോഷമാകുന്നുണ്ട്. അവൾ വിചാരിക്കുകയാണ് രണ്ടുപേരും കൂടെ അടിയുണ്ടാകട്ടെ എന്ന്. അഖിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് ശ്യാമയുടെ കണ്ണുനീർ തുടയ്ക്കുകയാണ്. ഞാൻ ചുമ്മാതെ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ അപ്പോൾ അഖിൽ സാർ എന്നോട് മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്നു. അഖിൽ പറയണം, വന്ദനയാണെങ്കിൽ എന്നോട് സ്നേഹക്കൂടുതൽ കാണിച്ചപ്പോൾ തൻ്റെ പെരുമാറ്റമൊക്കെ ഞാൻ ഒരുപാട് ആസ്വദിക്കുകയായിരുന്നു, അതൊക്കെ തനിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നു. ഇപ്പോഴും അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് പറയാണ്. ശ്യാമ അപ്പോൾ പറയണം, എന്നെ സംബന്ധിച്ചിടത്തോളം അഖിൽ സാർ ഈ ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ്, ഞാൻ അങ്ങനെയുള്ള സാറിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന്. അഖിലിന് പെട്ടെന്ന് ഒരു കോൾ വരുന്നു. വിവേകിൻ്റെ ഫോണാണ്. വിവേക് പറയാണ്, വിസ്മയുടെ ഒരു ഇൻ്റർവ്യൂ സി കേരളം ചാനലിൽ നടക്കുന്നുണ്ട്, അതിന് ഞാനും പോകുന്നുണ്ടെന്ന്. ഇന്നത്തോടെ വിസ്മയുടെ എല്ലാ കള്ളത്തരങ്ങളും ലോകം അറിയുമെന്ന് പറയുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, ഞാനും വരുന്നുണ്ടെന്ന്. അഖിൽ ഫോൺ വെച്ചതിന് ശേഷം ശ്യാമയോട് പറയാണ്, വിസ്മയുടെ കള്ളത്തരങ്ങൾ ലോകം അറിയാൻ പോകുന്നുവെന്ന്. അത് കേൾക്കുമ്പോൾ ശ്യാമ പറയാണ്, ഇനിയും തൊട്ട് ഞാൻ പാട്ട് പാടാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അവരെ വെറുതെ വിട്ടേക്കാനെന്ന് പറയാണ്. അഖിൽ അപ്പോൾ പറയാണ്, ഇങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ പാടില്ല, അങ്ങനെ വിട്ടാൽ നാളെ പ്രശ്നമാകും. പിന്നീട് കാണിക്കുന്നത് ജഗന്നാഥനെയാണ്. ജഗന്നാഥനാണെങ്കിൽ ഭാര്യയോട് പറയാണ്, ശ്യാമയ്ക്ക് എത്ര ദൈവഭക്തി ഉണ്ടെങ്കിലും ഞാൻ ശ്യാമയും അഖിലിനെയും വെറുതെ വിടില്ല എന്ന്. ജഗന്നാഥൻ്റെ ഭാര്യ അപ്പോൾ പറയുന്നുണ്ട്, ശ്യാമയെ തകർക്കാൻ ഒരു വഴിയുണ്ട്, ശ്യാമയാണെങ്കിൽ വിസ്മയ്ക്ക് വേണ്ടി പാട്ട് പാടുന്നുണ്ട്, അതുമാത്രമാണ് ഇനിയുള്ള വഴിയെന്ന് പറയുന്നു. വിസ്മയും അരുന്ധതിയും കൂട്ടുപിടിച്ച് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാമെന്ന് പറയുന്നു. ജഗന്നാഥൻ അപ്പോൾ പറയാണ്, ആ കാര്യമൊന്നും ഇപ്പോൾ നടക്കില്ല എന്ന്. പാട്ടുപാടുന്നത് ശ്യാമയാണെന്നറിഞ്ഞാൽ ചിലപ്പോൾ അവൾ ഫേമസ് ആകും, അതവൾക്ക് ഗുണമാകാനും ചാൻസ് ഉണ്ടെന്നൊക്കെ പറയാണ്. ഐശ്വര്യയാണെങ്കിൽ ജഗന്നാഥൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഐശ്വര്യയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്, പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കാത്തതിൽ. ഐശ്വര്യ ജഗന്നാഥനോട് പറയാണ്, ഏതെങ്കിലും സാഹചര്യത്തിൽ എനിക്ക് കമ്പനിയിലെ ചെയർപേഴ്സൺ ആകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്തിരിക്കുമെന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്